അമ്മാളു. വൈകുന്നേരത്തോടെ മേലേടത്തു നിന്നും വിഷ്ണുവും സിദ്ധുവും ഒഴികെ എല്ലാവരും അമ്മാളുവിന്റെ വീട്ടിലെത്തിയിരുന്നു. ലേഖയും അമ്മാളും കൂടി തൊടിയിൽ നിന്ന് ചേനയും ചേമ്പും ഒക്കെ പറിച്ചു പുഴുങ്ങി വെച്ചിരുന്നു. പിന്നെ ചപ്പാത്തിയും പൂരിയും കിഴങ്ങ് കറിയും ടൊമാറ്റോ ഫ്രൈയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് മധുരപലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാണ് അവർ അമ്മാളുവിന്റെ വീട്ടിലും എത്തിയത്. ഒറ്റ ദിവസമേ അവിടെ നിന്നും മാറി നിന്നുള്ളെങ്കിലും കുട്ടികൾക്കൊക്കെ അവളെ വല്ലാതെ മിസ് ചെയ്തിരുന്നു. അമ്മാളുവിനെ കണ്ടതും അവർ അവളുടെ അരികിലേക്ക് ഓടി വന്നു. തൊടിയിലെ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് അമ്മാളു അതിലൂടെയൊക്കെ കുട്ടിപ്പട്ടാളങ്ങളുമായിട്ട് നടന്നു. ശേഷം സന്തോഷത്തോടു കൂടി ഒത്തുചേർന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രി ആയപ്പോഴാണ് തിരിച്ചു മടങ്ങിയത്. ഇറങ്ങാൻ നേരത്ത് അമ്മാളുവിന് ഒരുപാട് സങ്കടമായിരുന്നു. അച്ഛനും അമ്മയുമൊക്കെ നിറമിഴികളോടെ അവളെ യാത്രയാക്കിയത്. ആര്യവും മിച്ചവും ഋഷിക്കുട്ടനും കൂടി അമ്മാളുവിനെയും കൂട്ടി കാറിലേക്ക് കയറി. നന്നായി ഫുഡൊക്കെ കഴിച്ചു വന്നതുകൊണ്ട് കാറിൽ കയറിയ പാടെ ഋഷിക്കുട്ടനും മിച്ചവും ഉറങ്ങിപ്പോയിരുന്നു. പ്രഭയും മീരയുമൊക്കെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അമ്മാളു എല്ലാത്തിനും മുക്കിയും മൂളിയും മറുപടി കൊടുത്തു. അവൾക്ക് അച്ഛനെയും അമ്മയും വിട്ടുപോകുന്നതിൻ്റെ വിഷമമാണെന്ന് വൈകാതെ അവർക്ക് മനസ്സിലായി. രാത്രി 10 മണിയോടടുത്താണ് എല്ലാവരും മടങ്ങിയെത്തിയത്. വിഷ്ണുവിൻ്റെ കാറ് കിടക്കുന്നത് കണ്ടതും അമ്മാളുവിൻ്റെ നെഞ്ചിടിച്ചു. മീരടുത്തി, കുട്ടികൾ ഉറങ്ങിയാണല്ലോ. അപ്പോഴേക്കും മീര മിച്ചുവിനെയും ആരുവിനെയൊക്കെ തട്ടി ഉണർത്തുന്നുണ്ട്. ഉറക്കപ്പിച്ചോടെ നടക്കുന്ന ഋഷിക്കുട്ടൻ്റെ കൈയും പിടിച്ച് അവൾ അകത്തേക്ക് കയറി ചെന്നു. സിത്തുവേട്ടൻ ഇരുന്ന് TV കാണുന്നുണ്ട്. വീട്ടിലെ വിശേഷങ്ങളൊക്കെ അയാൾ അവളോട് ചോദിച്ചു. അമ്മാളു മറുപടിയും നൽകി. മോളെ, നീ ഇനിപ്പോയി കിടന്നു, നേരം ഇത്രയായില്ലേ? പ്രഭയപ്പ പറഞ്ഞതും അമ്മാളു മുകളിലേക്ക് പോകുവാൻ തുടങ്ങി. വിഷ്ണുവേട്ടൻ ഇവിടെ ഇല്ലേ ആവോ? അതോ റൂമിലായിരിക്കുവോ? ഓർത്തുകൊണ്ട് പെണ്ണ് സ്റ്റെപ്സ് ഒന്നൊന്നായി കയറി. ചാരിയിട്ടിരുന്ന ഡോറ് പതിയെ തുറന്നുകൊണ്ട് റൂമിലേക്ക് കയറിയതും കട്ടിലിൽ കിടന്നുകൊണ്ട് ഫോണിൽ എന്തോ വീഡിയോ കാണുന്ന വിഷ്ണുവിനെ അമ്മാളു കണ്ടു. ഡോറ് ലോക്ക് ചെയ്ത ശേഷം അവൾ അവൻ്റെ അരികിലേക്ക് വന്നു. അമ്മാളുവിൻ്റെ സാമീപ്യം അറിഞ്ഞിട്ട് പോലും വിഷ്ണു അവളെ മൈൻഡ് ചെയ്യാനേ പോയില്ല. വിഷ്ണുവേട്ടൻ കിടന്നായിരുന്നോ? അരികിൽ വന്നു നിന്ന് അവൾ ചോദിച്ചു. അവൻ പക്ഷേ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. പാവം അമ്മാളു. അവൾക്ക് ശരിക്ക് സങ്കടം വന്നു. വിഷ്ണുവേട്ടാ, ഒരു വട്ടം കൂടി വിളിച്ചു. ആള് പഴയ പടി തന്നെ. പിന്നീട് അവൾ നേരെ ബാഗൊക്കെ കൊണ്ടുചെന്ന് ലൈബ്രറി റൂമിൽ വെച്ചിട്ട് വാഷ്റൂമിലേക്ക് പോയി. ഒന്ന് ഫ്രഷായി തിരികെ വന്നപ്പോൾ വിഷ്ണു എഴുന്നേറ്റ് ബെഡിലിരിപ്പുണ്ട്. അവൻ്റെ അടുത്തായി പോയിരുന്നു. എന്താ എന്നോട് മിണ്ടാത്തത്? പിണക്കമാണോ? അവൻ്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി ചോദിക്കുകയാണ് അമ്മാളു. പെട്ടെന്ന് വിഷ്ണു എഴുന്നേറ്റ് ജനാലയുടെ അരികിലായി പോയി നിന്നു. കഴിഞ്ഞ ദിവസം കുറെ മാസ് ഡയലോഗ് അടിച്ച ശേഷം നീ തിരികെ പോയതായിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ എന്തു പറ്റി? വിഷ്ണു അവളെ നോക്കി ചോദിച്ചു. അച്ഛനെയും അമ്മയൊക്കെ കാണണമെന്ന് തോന്നി, അതാണ് ഇന്നലെ പോയത്. എന്നിട്ട് അങ്ങനെ അല്ലല്ലോ നീ പറഞ്ഞത്. നിനക്ക് എൻ്റെ മുഖം പോലും കാണാൻ താല്പര്യമില്ല, എന്നോട് ദേഷ്യമാണ്, വെറുപ്പാണ്, കല്യാണം കഴിച്ചതുപോലും മണ്ടത്തരമായിപ്പോയി, നിന്റെ ജീവിതം നശിപ്പിച്ചു, എല്ലാവരും കൂടി നിന്നെ ചതിച്ചു. എന്താടി ഇതൊക്കെ നീ മറന്നുപോയോ? വിഷ്ണു ചോദിച്ചതും അമ്മാളും മുഖം താഴ്ത്തി. ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കമ്മാളൂ. ഭർത്താവിനെയും വീട്ടുകാരെയൊന്നും നീ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിലും നിനക്ക് കോളേജിൽ പോകാലോ. അവൻ അമ്മാളുവിനെ നോക്കി പറഞ്ഞു. ഇവിടെ നിന്ന് എല്ലാവരും വന്നതുകൊണ്ട് മാത്രമാണ് നീ നിന്റെ വീട്ടിൽ നിന്നും തിരിച്ചു പോന്നത്. അതെനിക്ക് വ്യക്തമായി അറിയാം. ഇപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോടും അച്ഛനോടും സംസാരിക്കാം. നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടുകയും ചെയ്യാം. ഒരു ഏങ്ങലടി ഉയർന്നു വന്നതും വിഷ്ണു മുഖം തിരിച്ചു നോക്കി. അരികിലിരുന്ന് വിങ്ങി പൊട്ടി കരയുന്നവളെ കണ്ടു. വിഷ്ണുവേട്ടൻ എന്തിനാ എപ്പോഴും എന്നെ അകറ്റി നിർത്തുന്നത്? എൻ്റെ ഏറ്റവും വലിയ സങ്കടം അതാണ്. എന്തിനാ എന്നോട് മാത്രം ഇങ്ങനെയൊക്കെ? അതുകൊണ്ടാ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരികെ പോയത്. വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി പറയുകയാണ് അമ്മാളു. എന്നിട്ടിപ്പോൾ മടങ്ങി വരാൻ എന്താ കാരണം? അവിടെ നിന്നോളാൻ മേലായിരുന്നോ? പെട്ടെന്ന് അവൻ ചോദിച്ചു. മറുപടി ഒന്നും പറയാതെ കൊണ്ട് അവൾ അപ്പോഴേക്കും എഴുന്നേറ്റ് ഓടി വന്ന് വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് വീണു. എന്നിട്ട് അവനെ ഇറുക്കെ പുണർന്നു.
കാണാണ്ടിരിക്കാനായില്ല. വിഷ്ണുവേട്ടനില്ലാതെ എനിക്കൊരു നിമിഷം പോലും പറ്റില്ല. ഉറക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മാളു അവൻ്റെ നെഞ്ചിൽ മുഖം ഉരുട്ടി. ഇന്നലെ ഒറ്റ രാത്രിയിൽ ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ട് കരഞ്ഞെന്നോ. എങ്ങനെങ്കിലും ഏട്ടൻ്റെ അരികിൽ എത്തിയാൽ മതിയെന്നായിരുന്നു അപ്പോഴത്തെ എൻ്റെ ചിന്ത. എന്നോടൊരൽപ്പം പോലും സ്നേഹമില്ലെങ്കിലും എനിക്കെൻ്റെ ജീവനാ, എൻ്റെ പ്രാണനാ. അമ്മാളുവിൻ്റെ ശ്വാസം നിലയ്ക്കും വരെയും അതങ്ങനെ തന്നെയായിരിക്കും. പറഞ്ഞുകൊണ്ട് അവൾ ഒന്നൂടെ അവനെ ആശ്ലേഷിച്ചു. വെറുതെ ഓരോ വർത്താനം പറയാതെ പോയി കിടക്കാൻ നോക്ക്, നേരം ഒരുപാടായി. വിഷ്ണു പറയുന്നത് കേട്ടതും അമ്മാളും മുഖം ഉയർത്തി. ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ട് വിഷ്ണുവേട്ടൻ ഇങ്ങനെയൊക്കെയാണോ തോന്നിയത്? ഞാൻ വെറുതെ പറഞ്ഞെന്നാണോ? ചോദിച്ചുകൊണ്ട് അവൾ അവനെ പിടിച്ചു കുലുക്കി. പോയി കിടന്നുറങ്ങാൻ നോക്ക്, ചുമ്മാ വേണ്ടാത്തോരോ വർത്താനം. ഞാൻ കിളവനാണെന്നല്ലേ നീ പറഞ്ഞത്? നിന്നെപ്പോലൊരു കിളുന്ത് പെണ്ണിനെ കെട്ടിയ കിളവൻ. അവൻ അമ്മാളുവിനെ നോക്കിയതും അവൾക്ക് പിന്നെയും സങ്കടം വന്നു. ഏട്ടൻ ഇങ്ങനെയൊക്കെ ഇപ്പോൾ തോന്നാൻ കാരണം എന്താണെന്നോ? എന്നോട് ഒരല്പം പോലും സ്നേഹം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും അതെൻ്റെ അഭിനയമാണെന്ന് ഓർക്കുന്നത്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. വിഷ്ണുവേട്ടൻ്റെ വിശ്വാസം അതാണെങ്കിൽ അതങ്ങനെ തന്നെ തുടരട്ടെ. പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ അടുത്തു നിന്നും അകന്നു മാറി. അമ്മാളു വെറും പൊട്ടിപ്പെണ്ണ, വിവരമില്ലാത്തവൾ, നാണമില്ലാത്തവൾ, അന്തസ് പോലുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ മുറിയിൽ സ്വന്തം ഭർത്താവ് ഇത്രയും അപമാനിച്ചിട്ട് പോലും കഴിയേണ്ടി വരില്ലായിരുന്നു. വിഷ്ണുവിനെ നോക്കി ചെറുതായി ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് പോയിരുന്നു. അഴിഞ്ഞു കിടന്ന മുടി മുഴുവനും എടുത്ത് ഉച്ചയിൽ കെട്ടിവെച്ചു. എന്നിട്ട് ചുവരിനോട് ചേർന്ന് കയറിക്കിടന്നു. പിന്നീട് ആ പാവം ഒരക്ഷരം പോലും ഉരിയാടിയില്ല. തൊട്ടരികിലായി വന്ന് വിഷ്ണുവും കയറിക്കിടന്നു. ഇടയ്ക്കൊക്കെ അവൻ മുഖം തിരിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ അവൾ അവനെ ശ്രദ്ധിച്ചതേയില്ല. ഈ കിളവൻ്റെ കൂടെ ജീവിതം വെറുതെ ഹോമിച്ച് തീർക്കാനാണോ നിന്റെ വിധി? വിഷ്ണു അവളെ ഇളക്കാനായി ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അമ്മാളു ഒരക്ഷരം പോലും പറയാതെ തൻ്റെ ഉള്ളിലെ സങ്കടമെല്ലാം അടക്കി പിടിച്ചു കിടന്നു. മോളെ അമ്മാളു, ഇന്ന് നിങ്ങൾ രണ്ടാലും കൂടി ഷീലാമ്മയുടെ വീട് വരെ പോകണം കേട്ടോ. വിരുന്ന് വയ്ക്കാൻ വേണ്ടി ഇന്നലെ രാത്രിയിൽ അവരച്ഛനെ വിളിച്ചുന്ന്. പിന്നെ വിഷ്ണുട്ടനോടും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം കാലത്തെ അടുക്കളയിൽ ചെന്നപ്പോൾ പ്രഭേപ്പയാണ് അമ്മാളുവിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പോകാം അപ്പേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി പോയാലോ? നിങ്ങളെയല്ലേ മക്കളെ വിളിച്ചത്? നിങ്ങൾ രണ്ടാളും ചെല്ല്. പിന്നീട് ഒരിക്കൽ എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പായിട്ട് പോകാം. കുട്ടികളെ ആരെയെങ്കിലും ഒന്ന് കൊണ്ടുപോയാലോ? വിഷ്ണുവിനോട് ചോദിച്ചു നോക്ക്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുമോളെ. മീര പറഞ്ഞതും അവൾ വെറുതെ ഒന്ന് മൂളി. കാരണം വിഷ്ണു സമ്മതിക്കുകയില്ലെന്നുള്ളത് അവൾക്ക് 100% അറിയാമായിരുന്നു. മോളെ അമ്മാളു, പോയി റെഡി ആയിക്കോ. എന്നിട്ട് താമസിയാതെ ഇറങ്ങാൻ നോക്ക്. കുറച്ചു ദൂരം യാത്രയുള്ളതല്ലേ. അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്ന അമ്മാളുവിനെ മീരയാണ് മുകളിലേക്ക് പറഞ്ഞയച്ചത്. വിഷ്ണു ആരെയോ ഫോണിൽ വിളിക്കുന്നത് കേട്ടുകൊണ്ട് അവൾ റൂമിലേക്ക് ചെന്നു. അവനെ ഒന്ന് നോക്കാൻ പോലും അവൾ കൂട്ടാക്കിയില്ല. ഒരു ചുരിദാറും എടുത്തുകൊണ്ട് അവൾ ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിലടച്ചു. 10 മിനിറ്റിനുള്ളിൽ ഒരുങ്ങി ഇറങ്ങുകയും ചെയ്തു. വിഷ്ണു ഇടയ്ക്കൊക്കെ കള്ളനോട്ടം നോക്കുന്നുണ്ട്. പക്ഷേ അവൾ അത് ഗൗനിക്കുക പോലും ചെയ്തില്ല. കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടി സിദ്ധുവേട്ടൻ്റെ ഒപ്പം അമ്പലത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽപ്പുണ്ട്. അമ്മാളുവിനെ കണ്ടതും ഋഷിക്കുട്ടൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അവൾക്ക് തുരുതുര ഉമ്മ കൊടുത്തു. തിരികെ അവളും. പല പ്ലാനുകളുണ്ടായിരുന്നു, എല്ലാം പാളിപ്പോയല്ലോ മാളൂട്ടാ. അമ്മാളു എറണാകുളത്തേക്ക് പോകുകയാണെന്നറിഞ്ഞതും ആരു വിഷമത്തോടെ പറഞ്ഞു. സാരമില്ലടാ, നമുക്ക് നെക്സ്റ്റ് വീക്ക് നോക്കാം. ഇനിയിപ്പോൾ അതല്ലേ പറ്റൂ. അന്നും ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടല്ലോ. മിച്ചു വന്ന് പെറുപിറുത്തു. ഇവിടെ എന്താ ഒരു രഹസ്യം പറച്ചില്? കുറച്ചു നേരമായല്ലോ തുടങ്ങിയിട്ട്. സിദ്ധുവിൻ്റെ ചോദ്യം കേട്ടുകൊണ്ട് വിഷ്ണു മുകളിൽ നിന്ന് ഇറങ്ങി വന്നത്. അത് പിന്നെ അച്ഛാ, ഈ മാളി ചേച്ചി ഇതുവരെയായിട്ടും ബീച്ചിൽ പോയിട്ടില്ല. ഇന്ന് എല്ലാവർക്കും കൂടി കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ചെറിയച്ഛനും ചേച്ചിയും കൂടി ഷീലാമ്മയുടെ വീട്ടിൽ പോകുവാണെന്ന് ഋഷിക്കുട്ടൻ വിഷമത്തോടെ പറഞ്ഞു. സാരമില്ല മോളെ, നമുക്കേ നെക്സ്റ്റ് വീക്കിൽ പോകാം കേട്ടോ. സിദ്ധുവേട്ടൻ പറഞ്ഞതും അമ്മാളു തല കുലുക്കി.
അന്നും ഇതുപോലെ ഇവർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്ത് ചെയ്യുവച്ചാ? മിച്ചു ചോദിച്ചു. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് പോകാം, പോരെ? അത് മതി. അച്ഛൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. അപ്പോൾ ശരി മാളൂട്ടാ, അടുത്ത ദിവസം നമുക്ക് പോകാം കേട്ടോ. പറഞ്ഞുകൊണ്ട് കുട്ടികൾ മൂവരും അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം വൈകാതെ തന്നെ വിഷ്ണുവും അമ്മാളവും യാത്ര പറഞ്ഞിറങ്ങുകയും ചെയ്തു. യാത്രയിലുടനീളം ഇരുവരും മൗനമായിരുന്നു. തലേ ദിവസം വിഷ്ണു പറഞ്ഞ ഓരോ വാചകങ്ങൾ ഓർക്കുമ്പോൾ അമ്മാളുവിന് നെഞ്ച് നീറിപ്പിടഞ്ഞു. ഏട്ടൻ്റെ ഉള്ളിൽ തന്നോടുള്ള മനോഭാവം ഇതാണല്ലോ എന്ന് ഓർക്കും തോറും അവളുടെ മിഴികൾ ഈറനണിഞ്ഞു. അമ്മാളു. കുറച്ചു ദൂരം പിന്നിട്ടതും വിഷ്ണു അവളെ വിളിച്ചു. പെട്ടെന്ന് അവൾ മുഖം തിരിച്ച് അവനെ നോക്കി. നീ ഇതുവരെ ബീച്ച് കണ്ടിട്ടില്ലെന്നുള്ളത് എന്നോടെന്തേ പറയാഞ്ഞേ? ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വിഷ്ണു അവളെ ഒന്ന് പാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കൊരുപാട് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ കാണും. അതൊക്കെ പറയാനും മാത്രം അടുപ്പമുള്ളവരാണോ നമ്മൾ? അല്ലേ? പെട്ടെന്നവൻ ചോദിച്ചു. ആണെന്ന് വിഷ്ണുവേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നീ പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ. എനിക്കങ്ങനെ പറയാനൊന്നും അറിയത്തില്ല. അഭിനയിക്കാനാണെങ്കിൽ നല്ലോണം അറിയാം. വിഷ്ണുവേട്ടനോടുള്ള എൻ്റെ സ്നേഹമൊക്കെ വെറും അഭിനയമാണെന്നല്ലേ ഇന്നലെ പറഞ്ഞത്? തലേ രാത്രിയിൽ താൻ പറഞ്ഞത് പ്രകാരമാണ് അമ്മാളുവിൻ്റെ മറുപടിയെന്ന് വിഷ്ണുവിന് മനസ്സിലായി. നിങ്ങളുടെ അപമാനവും പേറി ജീവിക്കാനാണ് എൻ്റെ വിധി. അതങ്ങനെ തന്നെ തുടരട്ടെ. അമ്മാളു പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ വിഷ്ണു വണ്ടി ഒതുക്കി